ഹായ്, നമസ്കാരം, ഹരി ഓം. എന്നും ഓരോ വീഡിയോസൊക്കെ ഇടുന്നു. ലൈക്കും ഇല്ല, ഷെയറും ഇല്ല, വ്യൂസും ഇല്ല, കമൻറ്റും ഇല്ല, ഒന്നുമില്ല. എന്നാലും ഞാനിടും. എന്നാലും ഇതെൻ്റെ ഒരു സന്തോഷമല്ലേ, ഫോണൊക്കെ ഓണാക്കി വെച്ച് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. ഇപ്പം മനുഷ്യരാണെങ്കിൽ ഇപ്പം വേണമെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്നതും, പക്ഷെ എനിക്കത് അറിയില്ല അങ്ങനെയൊന്നും വീഡിയോ പിടിച്ചിടാൻ. പോകുന്ന വീഡിയോ, എടുക്കുന്ന വീഡിയോ, അതൊന്നും പിന്നെ ഒരാളെ ആശ്രയിച്ചൊക്കെ ചെയ്യണം. മക്കളൊക്കെ എല്ലാവരും ഓരോരോ വഴിക്ക് പോയി നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അല്ലാതെ കൂടുതൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തൊന്നും ഒരു കാര്യങ്ങളും ഇനിയുള്ള കാലമൊന്നും അങ്ങനെ. പക്ഷേ നമുക്ക് നല്ലതാണ്, നമുക്ക് അതുപോലുള്ള സുഹൃത്തുക്കളോ നമ്മുടെ ആൾക്കാരൊക്കെ നമുക്ക് അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ എന്നൊക്കെ മനുഷ്യനൊക്കെ അങ്ങ് ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ ഏകാന്തതയൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കാൻ പോകുന്ന ഒരു കാലം കൂടിക്കൂടി വരുക. മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ എന്താ പറയുന്നത്, ചിറക് വിരിച്ച് പറന്ന് പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാർ. അപ്പം നമ്മൾ സ്വയം എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ മക്കളുണ്ട് അല്ലേ, അവർ കൂടെ എപ്പോഴും ഇരിക്കും, നമ്മളെ നോക്കി അല്ലേ, അങ്ങനെ ഇനിയുള്ള കാലമൊന്നും. പക്ഷെ ഞാൻ ഒരു സമയം വരെ അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എൻ്റെ പിള്ളേരുടെ കൂടെയൊക്കെ നല്ല രീതി. ഇപ്പം പിന്നെ ഞാനും അവരെയും വിട്ടു. പറന്ന് പൊയ്ക്കോളാൻ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ഒരാളെ പഠിപ്പിച്ചു, ഒരാൾ ചെറിയ നേഴ്സിംഗ് പഠിച്ചു, ഒരാൾ +2 പഠിക്കുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോളുക. എനിക്കൊരു ആഗ്രഹമായിരുന്നു എൻ്റെ വലിയ മോളെയൊക്കെ നന്നായി പഠിപ്പിക്കണം, ഒരു ജോലി സ്വന്തമായിട്ട് ഒരു ജോലി സമ്പാദിക്കാനുള്ള ഒരു പഠിപ്പിക്കണം. അത് സാധിച്ചു. ഇനി നമുക്ക് ഉള്ള ബാധ്യതകളും ഒക്കെ നമുക്ക് തീർക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് തന്നെ തീർക്കണം. അതിനി അവരുടെ തലയിൽ കെട്ടിവെച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരത് ചെയ്യും, അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനും എൻ്റെ ആത്മീയ ശക്തി ഉപയോഗിച്ചില്ലേ, ആത്മബലമൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒരു ആത്മബോധത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശ്വരനെ ഒരു വഴി തെളിയിച്ച് തരും. അല്ലെങ്കിൽ എവിടെ കിടന്ന ഈ എന്ത് പറയുന്നത് നമുക്കൊന്നുമല്ലാതെ എന്ന ഒരു ഇട്ടാവട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ, അത് എൻ്റെ കഴിവുകൊണ്ടുമല്ല, നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല. നമ്മൾ നന്നായിട്ട് ആഗ്രഹിച്ചു എന്തെങ്കിലും ചെയ്യണം. അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുന്നത് തുടക്കത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. എങ്കിലും ഇനിയും എന്തുമാത്രം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെയൊക്കെ എത്തിയത്. അയ്യോ, ഭയങ്കര കഥയാണ്. പക്ഷേ അതിലൊന്നും നമ്മൾ തകരില്ല അല്ലേ. നമ്മുടെ ഈശ്വരൻ രാവിലെയൊക്കെ ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഈശ്വര, നീ തരുന്ന ഒരു കഴിവ് അല്ലേ, എൻ്റെ ഒരു കഴിവ്, എൻ്റെ ഒരു ഊർജ്ജം, എൻ്റെ ഒരു എനർജി, എൻ്റെ ഒരു ഉത്സാഹം, ഉന്മേഷം, ഇതൊക്കെ ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സൽബുദ്ധി ഉണ്ടാക്കി തരണേ ഭഗവാനെ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ആ വഴിക്ക് നമ്മുടെ ചിന്ത എന്താണോ നമ്മൾ അങ്ങനെ ആ വഴിക്ക് നമ്മൾ എങ്ങനെയുള്ളവരുമായിട്ട് സഹകരിക്കുന്നോ, എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ ആ വഴിക്ക് തന്നെ ആയിത്തീരും. നമ്മുടെ ചിന്ത, നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മളെന്ത് സംസാരിക്കുന്നു, നമ്മളുടെ ജീവിതവും ആ ഒരു ലെവലിൽ തന്നെ പോകും. അതിനൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല സുഹൃത്ത് ബന്ധങ്ങളും നല്ല കൂട്ടുകെട്ടുകളും ഒക്കെ ആയിട്ടൊക്കെ ജീവിക്കണം. അല്ലാതെ നമ്മൾ കൂട്ടും കൂടി ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് ഇതൊക്കെ ഇല്ല അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സമയത്തേക്ക് നമുക്കൊരു ആനന്ദം തരുമെന്നേ ഉള്ളൂ. അതുകൊണ്ടൊന്ന് നമുക്ക് കുറച്ച് സമയം ഇപ്പോൾ എല്ലാം ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ 10 ദിവസത്തേക്ക് ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ കഴിഞ്ഞ് 11ാമത്തെ ദിവസം ആകുമ്പോൾ ശൂന്യത, എന്താണ് അടുത്തത്, എന്ത് ചെയ്യാനാ, പിന്നെയും അപ്പോഴത്തേക്കിന് ബോറിങ്ങായി, വിഷമമായി, ഡിപ്രഷനായി എന്ന് വേണ്ട. കല്യാണം തന്നെയല്ല, ഒരു ആഘോഷങ്ങൾ കഴിയുമ്പോൾ അടുത്തതിലേക്ക് പോയി ഇങ്ങനെ പോവുകയാണ്. പക്ഷേ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് കുറച്ച് സമയം ഇരിക്കേണ്ടതായിട്ട് വരുമ്പം ഡിപ്രഷനായി, വിഷമമായി, അതായി ഇതായി, ആകെപ്പാടെ ടെൻഷനായി, എന്തൊക്കെയാണ്. അതേസമയം നമ്മളെപ്പോഴും കുറച്ച് സമയം നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് നമ്മളുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെ സ്നേഹിച്ച്, നമ്മളെ തന്നെ വിശ്വസിച്ച്, നല്ല ആൾക്കാരുമായിട്ടൊക്കെ ചേർന്ന് നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. അവിടെ നമ്മളെ ആർക്കും തളർത്താൻ സാധിക്കത്തില്ല. നമ്മൾ പറയുന്ന പോലെ ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം, ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്നൊരവസ്ഥയിൽ നമ്മൾ എത്തണം. എന്നാലേ നമ്മൾ പതുക്കെ അതിലെത്തണം. ഇല്ലെങ്കിൽ നന്നായിട്ട് നമ്മുടെ ജീവിതമൊക്കെ ഇനിയുള്ള കാലം ഭയങ്കരമായിട്ട് ദുരിതത്തിലാണ്ട് പോവുകയുള്ളൂ. ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈശ്വര ദൈവം
നമുക്ക് അറിയില്ല, നമുക്ക് ഓരോ നിമിഷം അടുത്ത നിമിഷം എന്താ വരാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അത് വരുന്നതിനെ നമ്മൾ കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നു അടിയനൊക്കെയും വന്ന് ശംഭു. അത്രയേ ഉള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ അതായിരിക്കണം. അല്ലാതെ നമ്മൾ വലിയ അങ്ങനെ വരുമോ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരുമോ, അതാണോ ഇതാണോ എന്നോർത്തുന്ന ഈ നിമിഷത്തിൽ, അതാണ് ഈ നിമിഷത്തിൽ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് പുസ്തകമൊക്കെ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട്, പിന്നെ ഇങ്ങനെ ഭഗവത്ഗീത എൻ്റെ പ്രാണവായു, എൻ്റെ ഇതാണ്. അത് വേറൊരു സൈഡ്. അങ്ങനെ നമ്മൾ ദി സീക്രട്ട് എന്നൊക്കെ, രഹസ്യം എന്നൊക്കെ പറയുന്ന പുസ്തകമുണ്ട്, ഉപബോധ മനസ്സിൻ്റെ ശക്തി. അതൊക്കെ നമ്മൾ വായിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ജീവൻ കിട്ടും. പുസ്തകമൊക്കെ മേടിച്ച് എല്ലാവരും വായിക്കുകയൊക്കെ ചെയ്യണം. വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ വായിച്ച് നമ്മൾ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്തെടുക്കണം. അല്ലാതെ ഇപ്പോൾ കാശ് കൊടുത്ത് മോട്ടിവേഷനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല.